എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 4-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2:4. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അതിൻ്റെ തുടർച്ച എന്നവണ്ണമാണ് ഈ വേദഭാഗം നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മ നിറവും സാക്ഷ്യവും ഈ ഭാഗത്ത് കാണാം. ഒരു കാലിപ്പാത്രത്തിൽ ധാന്യമോ ദ്രാവകമോ നിറയ്ക്കുന്നത് പോലെയുള്ള നിറവല്ല ഇവിടെ പറയുന്ന ഈ ആത്മനിറവ്. പരിശുദ്ധാത്മാവെന്ന ആളത്വത്തിന് സമ്പൂർണമായി വിധേയപ്പെടുന്നതിനെയാണ് ഇവിടെ നിറവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമ്പൂർണ്ണ സമർപ്പണത്തെ കുറിക്കുന്ന പദമാണ് നിറവ്. ഈ ആശയം മനസ്സിലാക്കാൻ 133-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അഹരോന്റെ തലയിൽ ഒഴിച്ച തൈലം താടിയിലേക്കൊഴുകി വീണ്ടും വസ്ത്രത്തിൻ്റെ വിളിമ്പ് വരെ ഒഴുകിയതുപോലെയാണ്. അഹരോൻ തൈലത്തിനുള്ളിലാകുന്നത് പോലെ തൈലം അഹരോന്റെ ഉള്ളിലാകുകയല്ല. എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിഹ്നമായി നമ്മൾ കരുതുന്നു. അംഗപ്രത്യംഗമായ സമർപ്പണം ഫലകരമായ സാക്ഷ്യത്തിന് കൂടിയേ തീരൂ. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു എന്ന് ഇയ്യോബ് പറയുന്നു. ശിരസ്സു മുതൽ പാദം വരെ സമ്പൂർണമായി സമർപ്പിക്കുന്ന വ്യക്തിക്ക് ദൈവം ആഗ്രഹിക്കും വിധം സാക്ഷ്യം നിറവേറ്റാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് വിശുദ്ധ പൗലോസ് നൽകുന്ന ആലോചനയും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ത്വക്കിൽ പൊതിഞ്ഞ അസ്ഥിപഞ്ജരം മാത്രമല്ല ശരീരം. ശരീരത്തിന് ഭക്ഷണം, വസ്ത്രം, കിടപ്പാടം, ബന്ധങ്ങൾ ഇതെല്ലാം വേണം. അങ്ങനെയാണെങ്കിൽ എന്നെയും എനിക്കുള്ളവയെയും ദൈവം മുൻപാകെ സമർപ്പിപ്പീൻ എന്നാണ് പൗലോസ് നൽകുന്ന ബുദ്ധി. സമർപ്പണം ഭാഗികമല്ല, സമ്പൂർണമാണ്. എന്നെ നുറുക്കണമേ, ഉരുക്കണമേ, വാർത്തെടുക്കണമേ, തിരികിതം പോലെ ഉപയോഗിക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഓ ലോർഡ്, ബ്രേക്ക് മീ, മെൽറ്റ് മീ, മോൾഡ് മീ ആൻഡ് യൂസ് മീ. തിരുഹിതം പോലെ ഉപയോഗിക്കുക. ഇത് സമ്പൂർണമായ സമർപ്പണമാണ്. പരിശുദ്ധാത്മ അഗ്നിക്ക് അഭിമുഖമാക്കാത്ത യാതൊരു അംശവും ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ചും സാക്ഷ്യത്തെക്കുറിച്ചുമൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. ആത്മനിറവ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആത്മാവിൻ്റെ ഒരു അംശം എടുത്തുകൊണ്ട് പോകുന്നു എന്നതല്ല. നമുക്കെന്തെങ്കിലും പറയുന്നതിനോ കാട്ടിക്കൂട്ടുന്നതിനോ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂട്ടുപിടിക്കുന്നതുമല്ല. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആളത്വമാണ് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇങ്ങോട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു എന്നതിനേക്കാൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മളെ വിട്ടുകൊടുക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അല്ലെങ്കിൽ അതിനാൽ ബന്ധിക്കപ്പെട്ട് യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ പോകാതിരിക്കാനാവില്ല. പോകരുതെന്ന് പലരും പറഞ്ഞു. അവിടെ കാത്തിരിക്കുന്നത് ശിക്ഷയാണ്, ഒരു പക്ഷെങ്കിൽ മരണമാവാം. അതുകൊണ്ട് പോകരുത് എന്ന് പറയുന്നവരോട് പൗലോസിൻ്റെ പ്രത്യുത്തരം, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി പോകുന്നു. ആ ഒരു ബന്ധനത്തിലാണ്. അപ്പോൾ ആത്മനിയന്ത്രണത്തിലായി. അതാണ് നിറവ് എന്ന് പറയുന്നത്. സാക്ഷ്യം പറയുക എന്ന് പറയുമ്പോൾ സാക്ഷ്യം വാക്കുകളിലൊന്നും ഒതുങ്ങുന്നതല്ല. ആകമാന ജീവിതത്തിലൂടെ
അത് പ്രകടമാകണം. ശൂനേംകാരി ഏലിശ പ്രവാചകനെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിലാണ്. ഇതിനു മുൻപ് ഏലിശ ശൂനേംകാരിയുമായി എന്തെങ്കിലും സംസാരിച്ചതായി കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ വേഷവും പോക്ക് വരവ് നോട്ടം എല്ലാം ഇതൊക്കെ നൽകിയ സാക്ഷ്യത്തിൻ്റെ പ്രതിഫലനമാണ് അവളുടെ വാക്കുകൾ. യവന ഭാഷയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ സാക്ഷി എന്നർത്ഥം വരുന്ന പദത്തിൽ നിന്നാണ് രക്തസാക്ഷി എന്നർത്ഥം വരുന്ന മാർട്ടീഡം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. സാക്ഷ്യത്തിൻ്റെ ഫലം എത്ര ആഴമേറിയത് എന്ന് ഇതിൽ നമുക്ക് വ്യക്തമാകും. There is no harm but full of danger എന്ന് ഈ ബർണാഡ് ഷായുടെ വാക്കുകളാണത്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ഒരാളിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളും സാക്ഷ്യ മുഖാന്തരങ്ങളായിരിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊന്ന്, പരിശുദ്ധാത്മദാനത്തിൻ്റെ ഉദ്ദേശം. എന്തിനാണ് നമുക്കിത് നൽകപ്പെടുന്നത്? പരിശുദ്ധാത്മദാനം ക്രിസ്തു ശിഷ്യർക്ക് ലഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. യഹൂദന്മാരുടെ 3 പ്രധാന പെരുന്നാളുകളിൽ ഒന്നായിരുന്നു അത്. സീനായ് മലയിൽ വെച്ച് ന്യായപ്രമാണം ലഭിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന പെരുന്നാളായിരുന്നു പെന്തക്കോസ്ത്. പെസഹായ്ക്ക് 7 ആഴ്ചകൾക്ക് ശേഷമാണ് അതിന് വാരോത്സവം എന്ന് അതറിയപ്പെട്ടു. എന്താണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിക്കുന്നത്? ക്രിസ്തു ശിഷ്യർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. 3 അനുഭവങ്ങൾ അവർക്കുണ്ടായി. 1, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കം കേട്ടു. 2, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. 3, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. കാറ്റും ശക്തിയുടെയും അഗ്നി ശുദ്ധീകരണത്തിൻ്റെയും അന്യഭാഷ സഭയുടെ സാർവത്രികതയുടെയും ചിഹ്നങ്ങളാണ്. അത് മാത്രമല്ല, യേശുവിൽ സമാരംഭിച്ചിരിക്കുന്ന പുതുയുഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. 15 പ്രാദേശിക ഗ്രൂപ്പുകളിൽ കുറയാതെയുള്ളവർ യെരുശലേമിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ അവർ അവരുടെ ഭാഷയിലാണ് കേട്ടത്. അതായിരുന്നു പെന്തക്കോസ്ത് നാളിലെ അന്യഭാഷയുടെ പ്രത്യേകത. കേൾവിക്കാർക്ക് സുഗ്രാഹ്യമാം വിധം ആശയവിനിമയം ചെയ്യാനുള്ള അസാധാരണ കഴിവാണ് അന്യഭാഷ. അല്ലാതെ കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകാതെ വായിൽ വരുന്നത് എന്തെങ്കിലും ഉരുവിടുന്നതിനെ അല്ല പറയേണ്ടത്. കേൾക്കുന്നവർക്ക് വ്യക്തമാകണം. ആത്മപ്രേരിതവും സുഗ്രാഹ്യവുമായ വചനപ്രഘോഷണമാണ് അന്യഭാഷ. അതിനെക്കുറിച്ചൊരു കമൻ്റ് ഇങ്ങനെയാണ്: ഇൻസ്പയർഡ് ആൻഡ് ഇൻ്റലിജിബിൾ പ്രീച്ചിങ് ഓഫ് ദ വേൾഡ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലൊന്നായി അന്യഭാഷയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 14. അതും അപ്പോസ്തല പ്രവർത്തികളിൽ അന്യഭാഷയും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. 2 ഭാഗത്തും പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ദൈവത്തോട് മത്സരിച്ച് ബാബേൽ കോട്ട പണിതവർക്ക് ഭാഷ ഭിന്നിച്ചു പോയെങ്കിൽ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോൾ ഭാഷയുടെ അതിർവരമ്പുകൾക്കതീതമായ സുവിശേഷ സംവേദനം അനുഭവമാകുന്നു. സ്വർഗത്തോളം എത്താനുള്ള ശ്രമമാണ് ബാബേൽ കോട്ട പണിതതിൻ്റെ ഉദ്ദേശമെങ്കിൽ, സ്വർഗം താഴെ ഭൂമിയിലേക്ക് ഇറങ്ങിയ അനുഭവമാണ് പെന്തക്കോസ്ത് വ്യക്തമാക്കുന്നത്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഈ ഒരു ആത്മനിയോഗം അല്ലെങ്കിൽ ആത്മനിറവ്, അതിൻ്റെ നിയന്ത്രണം നമുക്ക് ആവശ്യമാണ് എന്ന ബോധ്യത്തോടെ ഇന്നത്തെ പകൽക്കാലം നമുക്ക് ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ആത്മനിറവുള്ളവരായി തീരാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. സമ്പൂർണമായ സമർപ്പണമാണ് ദൈവത്തിന് ആവശ്യം.
ഞാൻ ഇച്ഛിക്കുന്നത് പോലെ എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ദൈവശക്തി അല്ല. പിന്നെയോ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള വിട്ടുകൊടുക്കലാണ് ആത്മനിറവ്. അങ്ങനെ ആയിത്തീരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ആത്മനിറവുള്ളവരായി ജീവിപ്പാനുള്ള ശക്തമായ വിളി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ആഴവും തിരിച്ചറിയാനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ പകൽക്കാലം ദൈവഹിതത്തിന് അനുസൃതമായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. ആലോചന നൽകി വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിശേഷമായി പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതിയ അനുഭവങ്ങൾ നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.